ഗോവിന്ദച്ചാമിയെ വിയ്യൂർ ജയിലിലേക്ക് മാറ്റി അതീവ സുരക്ഷയിലാണ് വിയ്യൂരിലേക്ക് കൊണ്ടുവന്നത്. ഗോവിന്ദച്ചാമിയെ ഏകാന്ത തടങ്കലിലാക്കി. കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും ചാടിയതിന് പിന്നാലെയാണ് ജയിൽ മാറ്റം. അതീവ സുരക്ഷയിലാണ് വിയ്യൂരിലേക്ക് കൊണ്ടുവന്നത്. കണ്ണൂർ ജയിലിൽ ഇന്ത്യൻ റിസർവ് ബറ്റാലിയന്റെ സുരക്ഷയിലാണ് ഗോവിന്ദച്ചാമിയെ വാഹനത്തിൽ കയറ്റിയത്. പ്രതിഷേധ സാധ്യത കണക്കിലെടുത്ത് യാത്രയിലുടനീളം കനത്ത സുരക്ഷ ഉറപ്പാക്കിയിരുന്നു. വിയ്യൂരിലെ അതീവ സുരക്ഷാ ജയിലിലേക്ക് മാറ്റാൻ ഇന്നലെയാണ് തീരുമാനമെടുത്തത്. വിയ്യൂർ ജയിലിലെ ഏകാന്ത തടവിലാണ് ഗോവിന്ദച്ചാമിയെ താമസിപ്പിക്കുന്നത്. ഇവിടെ ഒരു സെൽ നേരത്തെ തന്നെ ഒഴിച്ചിട്ടിരുന്നു. 36 കോടി ചെലവിൽ എല്ലാവിധ ആധുനിക സുരക്ഷാ സംവിധാനങ്ങളോടെ നിർമ്മിച്ച വിയ്യൂർ അതിസുരക്ഷാ ജയിലിൽ പഴുതടച്ച സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത്. 2019 ജൂലൈയിൽ പ്രവർത്തനം തുടങ്ങിയ ജയിലിൽ ഇപ്പോൾ 125 കൊടും കുറ്റവാളികളുണ്ട്. 536 പേരെ പാർപ്പിക്കാനുള്ള സൗകര്യമാണുള്ളത്. ആകെയുള്ള 192 സെല്ലുകളിൽ 60 എണ്ണമാണ് ഏകാന്ത സെൽ. ഇവിടെ അന്തേവാസികൾക്ക് പരസ്പരം കാണാനോ സംസാരിക്കാനോ സാധിക്കില്ല. ഭക്ഷണത്തിനും പുറത്തിറങ്ങാൻ അനുവാദമില്ല. നേരിട്ട് സെല്ലിൽ എത്തിച്ചു നൽകും. 4.2 മീറ്ററാണ് സെല്ലുകളുടെ ആകെ ഉയരം. പുറത്ത് 6 മീറ്റർ ഉയരത്തിൽ 700 മീറ്റർ ചുറ്റളവുള്ള മതിലുണ്ട്. ഇതിനു മുകളിലാണ് 10 അടി ഉയരത്തിലുള്ള വൈദ്യുതി വേലി. മതിലിന് പുറത്താണെങ്കിൽ 15 മീറ്റർ വീതം ഉയരമുള്ള 4 വാച്ച് ടവറുകളുണ്ട്. ഇതിൽ 24 മണിക്കൂറും സായുധരായ കാവൽക്കാരും. ഇങ്ങനെ കണ്ണിമ ചിമ്മാത്ത സുരക്ഷാ സംവിധാനങ്ങൾക്ക് നടുവിലേക്കാണ് കൊടും കുറ്റവാളിയായ ഗോവിന്ദച്ചാമി എത്തിയിരിക്കുന്നത്. TCV ന്യൂസ്, തൃശൂർ.